നമസ്കാരം. നമ്മുടെ നാട്ടിൽ ഇപ്പൊ രണ്ട് തരത്തിലുള്ള നിയമങ്ങളാണ് നിലവിലുള്ളത്. ഞാൻ എന്താ അങ്ങനെ പറഞ്ഞെന്നല്ലേ? കാരണം പറയാം. ഒരാൾക്ക് പണവും അധികാരവും പഠിപ്പും വിവരവും ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അയാൾ എന്ത് തെറ്റ് ചെയ്തു കഴിഞ്ഞാലും അതൊരു കുറ്റമേ ആകുന്നില്ല. അതിപ്പോ അയാൾ ഒരാളെ കൊന്നാലോ തിന്നാലോ കൊള്ളയടിച്ചാലോ അതൊരു തെറ്റേ ആകുന്നില്ല. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പണവും അധികാരവും ഉള്ളവന് ഒരു നിയമവും പാവപ്പെട്ടവനും സാധാരണക്കാരനും വേറൊരു നിയമവും. ഞാൻ ഇപ്പൊ പറഞ്ഞ സംഭവത്തിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ കാണിച്ചേക്കുന്ന കേസ്. മാധ്യമപ്രവർത്തകനായിട്ടുള്ള KM ബഷീറിനെ വണ്ടി ഇടിച്ച് കൊലപ്പെടുത്തിയ IAS കേസ്. 5 വർഷമാകുന്നു. 2019 നടന്ന കേസാണ് നിങ്ങൾ ആലോചിക്കണം. 5 വർഷമായിട്ട് ഇപ്പോഴും കുറ്റം ചുമത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അന്ന് ഈ IAS കള്ളു കുടിച്ചിട്ടുണ്ടായിരുന്നുവെന്നും അദ്ദേഹത്തിന്റെ കൂടെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നതാണ്. പക്ഷെ അതിനെക്കുറിച്ചുള്ള അന്വേഷണം ഒന്നും എങ്ങും എത്തിയിട്ടില്ല. ഇത് മനഃപൂർവ്വമായിട്ടുള്ള കൊലപാതകമാണോ മനഃപൂർവ്വം അല്ലാതെയുള്ള കൊലപാതകമാണോ എന്നതിനെ കുറിച്ചും ഒരു തുമ്പും കണ്ടെത്താൻ വേണ്ടിയിട്ട് പോലീസിനോ കോടതിക്കോ സാധിച്ചിട്ടില്ല. ഇപ്പൊ തന്നെ ഈ ഒരു കേസിന്റെ കുറ്റപത്രം വായിച്ച് കേൾപ്പിക്കാനായിട്ട് ഇദ്ദേഹത്തോട് ഹാജരാകാൻ പറഞ്ഞത് 4 വട്ടമാണ്. പക്ഷെ 4 വട്ടവും എന്ത് കാരണം പറഞ്ഞാണെന്ന് അറിയാമോ അദ്ദേഹം ഒഴിവാക്കിയത്? തനിക്ക് ജോലി തിരക്കുണ്ട് എന്നുള്ള കാരണം പറഞ്ഞ്. ശരിയായിരിക്കാം, IAS ഇരിക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും ഒരുപാട് ജോലി തിരക്കുണ്ടായിരിക്കും. പക്ഷേ കുറ്റക്കാരനായിട്ടുള്ള അന്വേഷണ വിധേയനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനെ പിന്നെയും ആ ജോലിയിൽ തുടരാൻ അനുവദിച്ചത് തന്നെ ഏറ്റവും വലിയൊരു തെറ്റല്ലേ? ഇതുപോലെ ഒരു കൊലപാതകത്തിലെ പ്രതിയായിട്ടുള്ള ഒരു വ്യക്തിയോട് ആദ്യം ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഒന്നെങ്കിൽ സസ്പെൻഷൻ കൊടുക്കണം, അല്ലെന്നുണ്ടെങ്കിൽ അയാളോട് ലീവിൽ പോകാൻ വേണ്ടി പറയണം. അന്വേഷിച്ച് അയാൾ കുറ്റക്കാരനല്ല എന്ന് തെളിഞ്ഞെങ്കിൽ മാത്രമാണ് അദ്ദേഹത്തെ ആ ജോലി തുടരാൻ വേണ്ടി അനുവദിക്കാൻ പാടുള്ളൂ. ഇതിപ്പോ ചെയ്തത് തന്നെ ഏറ്റവും വലിയൊരു തെറ്റാണ്. അതുകൊണ്ടല്ലേ തനിക്ക് ജോലി തിരക്കുണ്ട് എന്നുള്ള കാരണം പറഞ്ഞ് ഈ നിയമവ്യവസ്ഥയെ മുഴുവനായിട്ട് അദ്ദേഹം പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ രാജ്യം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്താണെന്ന് അറിയാമോ? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് ഇക്വാളിറ്റി ബിഫോർ ലോ. അതായത് നമ്മുടെ രാജ്യത്തുള്ള ഓരോ പൗരനും നിയമത്തിന് മുമ്പിൽ ഈക്വൽ ആണ്. അതിപ്പോ ഈ സമൂഹത്തിൽ എന്ത് പൊസിഷനിൽ ഇരിക്കുന്ന വ്യക്തിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നിയമത്തിന്റെ മുമ്പിൽ അയാൾ തുല്യനാണ്. അയാൾക്ക് യാതൊരു രീതിയിലുള്ള പരിഗണനയോ പ്രത്യേകിച്ചുള്ള ഒരു പരിഗണനയോ കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞു വെച്ചേക്കുന്നത്. പക്ഷെ അതേപോലെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഒരു IAS ആയതുകൊണ്ട് മാത്രം, അധികാരവും പണവും ഉള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് മാത്രം അദ്ദേഹത്തിന് പ്രത്യേകിച്ചുള്ള പരിഗണനയും പ്രത്യേകിച്ചുള്ള പ്രിവിലേജും കൊടുക്കുന്നു. അത് ചെയ്യുന്നതേ ഏറ്റവും വലിയൊരു തെറ്റാണ്. പിന്നെ നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇക്വാളിറ്റി ബിഫോർ ലോ എന്നൊക്കെ പറഞ്ഞ് കൊട്ടിഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവിടെ തന്നെ തനിക്ക് ജോലിത്തിരക്ക് വരാൻ കഴിയില്ല എന്ന് കോടതിയുടെ ഉത്തരവ് ലംഘിക്കുന്ന സമയത്ത് നിയമവ്യവസ്ഥയെ മുഴുവനായിട്ട് അദ്ദേഹം അവമാനിക്കുകയാണ്. IAS ഇന്ത്യയിലെ ടഫസ്റ്റ് ആയിട്ടുള്ള എക്സാം ക്ലിയർ ചെയ്ത് സമൂഹത്തിന് സേവനം ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഈ നാട്ടിലെ ആരെ വിശ്വസിക്കും? ഏറ്റവും കൂടുതൽ നിയമം അനുസരിക്കേണ്ട വ്യക്തികൾ തന്നെ നിയമത്തെ ഈ രീതിയിൽ നിഷേധിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്ന സമയത്ത് സാധാരണക്കാരായിട്ടുള്ള വ്യക്തികൾ പിന്നെ എവിടേക്ക് പോകും? ഈ ഇക്വാളിറ്റി ബിഫോർ ലോ എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, അത് പാലിക്കാൻ വേണ്ടിയിട്ട്, അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ജുഡീഷ്യറിയും സ്ട്രോങ് ആയിട്ട് നിൽക്കണം. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്ന സമയത്ത് ഇവിടെ ഇപ്പോൾ 4 തവണ വിളിച്ചിട്ട് വരാതിരുന്ന സമയത്ത് കോടതി വിമർശിച്ചതിന്റെ പേരിലാണ് ഇപ്പൊ ഹാജരായത്. അതുകൊണ്ടാണ് ഇപ്പൊ കുറ്റം ചുമത്തിയത് തന്നെ. ഇങ്ങനെ കുറ്റം ചുമത്തി എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹത്തെ ജയിലിൽ പിടിച്ചിടാനൊന്നും പോകുന്നില്ല. ഇനി പിന്നെ അന്വേഷണം ഇങ്ങനെ നീണ്ടുപോയിക്കൊണ്ടേയിരിക്കും. ഇനി വർഷങ്ങൾ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടേയിരിക്കും. കൊല ചെയ്തയാള്, മരിച്ചുപോയ ആള് മരിച്ചുപോയി, അയാൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. അയാൾക്ക് നീതിയോ ന്യായമോ ഒന്നും തന്നെ ഈ നാട്ടിൽ കിട്ടാനും പോകുന്നില്ല. അപ്പൊ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇക്വാളിറ്റി ബിഫോർ ലോ, എല്ലാ പൗരനും എല്ലാ വ്യക്തികളും നിയമത്തിന് മുമ്പിൽ ഈക്വൽ ആണ് എന്ന് പറയുന്ന ആ ഒരു സംഭവം കൃത്യമായിട്ട് നടപ്പിലാക്കിയെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആവർത്തിക്കാതെ ഇരിക്കത്തുള്ളൂ. അതിപ്പോൾ ആ വ്യക്തി ഏത് പൊസിഷനിൽ ഇരിക്കുന്ന ആളാണെങ്കിലും, ഏത് അധികാരത്തിലിരിക്കുന്ന വ്യക്തിയാണെങ്കിലും, എത്ര പണമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും, എത്ര പവർ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവരെ എല്ലാവരും ഈ നിയമത്തിന് മുമ്പിൽ ഈക്വൽ ആയിരിക്കണം. അങ്ങനെ തന്നെ അവരെ ട്രീറ്റ് ചെയ്തിരിക്കണം.